ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വർഷത്തെ ഹജ്ജിന് അനുമതി ലഭിച്ച പൗരന്മാരും താമസക്കാരും നിർദ്ദിഷ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിക്കണമെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രതിരോധശേഷി ഉറപ്പാക്കുന്നതിനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുമായി എല്ലാ തീർത്ഥാടകരും അവരുടെ യാത്രയ്ക്ക് കുറഞ്ഞത് 10 ദിവസം മുമ്പെങ്കിലും വാക്സിനേഷൻ സ്വീകരിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇനി പറയുന്ന വാക്സിനുകളാണ് സ്വീകരിക്കേണ്ടത്. COVID-19 മോണോവാലന്റ് വാക്സിൻ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾ, ഗർഭിണികൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം, ഹൃദ്രോഗം, വൃക്കരോഗം, രോഗപ്രതിരോധ ശേഷിക്കുറവ് തുടങ്ങിയ വിട്ടുമാറാത്ത അസുഖങ്ങളുള്ളവർ COVID-19 മോണോവാലന്റ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് ആവശ്യമാണ്. സീസണൽ ഇൻഫ്ലുവൻസ വാക്സിൻ 6 മാസവും അതിൽ കൂടുതലുമുള്ള മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ എല്ലാ ഹജ്ജ് തീർത്ഥാടകരും ഈ വാക്സിൻ സ്വീകരിക്കൽ നിർബന്ധമാണ്. മെനിൻകോക്കൽ മെനിഞ്ചൈറ്റിസ് വാക്സിൻ 2 മാസവും അതിൽ കൂടുതലുമുള്ള എല്ലാ ഹജ്ജ് തീർത്ഥാടകർക്കും ഈ വാക്സിൻ നിർബന്ധമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തീർത്ഥാടകർ അതത് ഗവർണറേറ്റുകളിലെ നിയുക്ത ആരോഗ്യ സ്ഥാപനങ്ങൾ സന്ദർശിക്കാവുന്നതാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഒമാനിൽ ഇസ്രാ മിഅ്റാജ് പ്രമാണിച്ച് പൊതു അവധി പ്രഖ്യാപിച്ചു. ജാനുവരി 30 വ്യാഴാഴ്ച രാജ്യത്തെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ പൊതു അവധിയായിരിക്കുമെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വാരാന്ത്യ അവധി ദിവസങ്ങൾ ഉൾപ്പെടെ തുടർച്ചയായി 3 ദിവസത്തെ ഒഴിവ് ലഭിക്കുന്നത് തൊഴിലാളികൾക്കും ആശ്വാസകരമാകും. അതേസമയം ജാനുവരി 27-നാണ് ഒമാനിൽ മിഅ്റാജ് ദിനം. ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിൽ ലീസ് കോൺട്രാക്ട് രജിസ്ട്രേഷൻ സേവനം ഉപയോഗിക്കുമ്പോൾ ഉപയോക്താക്കൾ നേരിട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നതായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു. പ്രശ്നം പരിഹരിക്കുന്നതിനായി മന്ത്രാലയത്തിന്റെയും മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത സാങ്കേതിക സംഘമാണ് പ്രവർത്തിച്ചു വരുന്നത്. ഗുണഭോക്താക്കൾക്കുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ലീസ് കരാർ രജിസ്ട്രേഷൻ സേവനം അടുത്തിടെയാണ് ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിൽ ആരംഭിച്ചത്. ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു സേവനം നൽകിയിരുന്നത്. പ്രാരംഭ സമയത്ത് ഉപയോക്താക്കൾ ചില സാങ്കേതിക വെല്ലുവിളികളും നേരിട്ടു. അതിനുശേഷം സംയുക്ത സാങ്കേതിക സംഘം ഈ പ്രശ്നങ്ങളിൽ ഭൂരിഭാഗവും പരിഗണിച്ചിട്ടുണ്ട്. നൽകിയിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കെട്ടിട വിലാസ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഉപയോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഗുണഭോക്താക്കൾ ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോം വഴി പുതിയ അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ അന്വേഷണങ്ങൾക്ക് മസ്കറ്റ് മുനിസിപ്പാലിറ്റി കോൾ സെന്ററിലെ 1111 എന്ന നമ്പറിലും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം കോൾ സെന്റർ നമ്പറായ 80000070 എന്ന നമ്പറിലും ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിലും പരിസര പ്രദേശങ്ങളിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് പ്രാദേശിക സമയം 2:43-നാണ് ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 2.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം 3 കിലോമീറ്റർ ആഴത്തിലാണ് ഉണ്ടായത്. റൂവി, ഡാർസെയ്റ്റ്, ഹംറിയ, വാദി കബീർ, മത്ര, സിതാബ് പ്രദേശങ്ങളിലെ താമസക്കാർക്കും ചലനം അനുഭവപ്പെട്ടു. പെട്ടെന്നുള്ള ചലനത്തിൽ പരിഭ്രാന്തരായ പലരും ഭയന്ന് വീടുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നും പുറത്തിറങ്ങി. ആളപായങ്ങളും മറ്റും ഒന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ നവംബർ 24-ന് അമറാത്ത് വിലായത്തിൽ റിക്ടർ സ്കെയിലിൽ 2.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും അനുഭവപ്പെട്ടിരുന്നു. UAE ഫെഡറൽ നാഷണൽ കൗൺസിൽ സ്പീക്കർ സക്കർ ഖുബാഷ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തി. അൽബർക്ക കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിൽ അൽ നഹ്യാന്റെ ആശംസകൾ സുൽത്താന് കൈമാറി. UAE പ്രസിഡന്റിന് തന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണെന്നും സുൽത്താനും സ്പീക്കറോട് ആവശ്യപ്പെട്ടു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലുള്ള സഹകരണത്തിന്റെ മേഖലകളിൽ പ്രത്യേകിച്ചും പാർലമെന്ററി കൗൺസിലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒമാൻ ഷൂറ കൗൺസിൽ ചെയർമാൻ ഖാലിദ് ഹിലാൽ അൽ മൗവലി, ഒമാനിലെ UAE അംബാസിഡർ മുഹമ്മദ് നഖീറ അൽ ദഹേരി എന്നിവരും കൊട്ടാരത്തിലെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു.
ഹത്ത ഫാമിംഗ് ഫെസ്റ്റിവലിന്റെ രണ്ടാം പതിപ്പ് ആരംഭിച്ചു. ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിൽ ദുബൈ മുനിസിപ്പാലിറ്റി നടപ്പിലാക്കുന്ന ദുബൈ ഫാംസ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. മസ്കറ്റ് ഗവർണറേറ്റിൽ അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച സംഭവത്തിൽ ഒരാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനവുമായി ഡ്രിഫ്റ്റിംഗ്, റേസിംഗ് എന്നിവ നടത്തുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. ട്രാഫിക് നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു. മസ്കറ്റ് ഗവർണറേറ്റിലെ ഖൊറിയാത്ത് വിലായത്തിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന ഗോഡൌണിലെ തീപിടുത്തം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അഗ്നിശമന സേന മണിക്കൂറുകൾ നീണ്ട യജ്ഞത്തിനൊടുവിൽ അണച്ചു. ഖൊറിയാത്ത് പ്രദേശത്ത് ഞായറാഴ്ച രാവിലെയാണ് ഗോഡൌണിന് തീപിടുത്തമുണ്ടായത്. ഗോഡൌണിലെ മിക്ക സാധനങ്ങളും കത്തിനശിച്ചു. വൻ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. അതേസമയം അപകടത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ലെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു. ദോഫാർ ഗവർണറേറ്റിലെ സലാല വിലായത്തിലെ മലയിൽ കുടുങ്ങിയ 3 സ്വദേശി പൗരന്മാരെ രക്ഷിച്ചു. വാദി അൻസൂർ പ്രദേശത്ത് ഇവർ മലയിൽ കുടുങ്ങുകയായിരുന്നു. ഒമാൻ റോയൽ എയർഫോഴ്സ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിലാണ് ഇവരെ കണ്ടെത്തിയത്. ഇവരെ ഉടൻ തന്നെ സലാല എയർബേസിൽ സുരക്ഷിതമായി എത്തിച്ചു. തണുപ്പ് വർദ്ധിച്ചതോടെ മല കയറുന്നവരും വർദ്ധിച്ചു വരികയാണ്. ഇത്തരം ഘട്ടങ്ങളിൽ വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സുരക്ഷാ വിഭാഗം അധികൃതർ വീണ്ടും ഓർമ്മിപ്പിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിലെ 7 ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള 2025-2026 അധ്യയന വർഷത്തെ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. ഫെബ്രുവരി 20 രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പ്രവേശനം നൽകുന്നത്. ബാൽവത്തിക മുതൽ 9 വരെയുള്ള ക്ലാസുകളിലേക്കുള്ള പ്രവേശനത്തിന് www.indianschoolsoman.com എന്ന വെബ്സൈറ്റിൽ നൽകിയ പ്രത്യേക പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. 2025 ഏപ്രിൽ 1 3 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്കായിരിക്കും ബാലവതിക പ്രവേശനത്തിന് അർഹതയുണ്ടാവുക. കുട്ടികളുടെ അഡ്മിഷനായി രക്ഷിതാക്കൾക്ക് അംഗീകൃത റെസിഡന്റ് വിസ ആവശ്യമാണ്. മസ്കറ്റ്, രാർസൈറ്റ്, വാദി കബീർ, സീബ്, ഗുബ്ര, മബേല, ബോഷർ എന്നീ ഇന്ത്യൻ സ്കൂളുകളിലേക്കാണ് ഏകീകൃത ഓൺലൈൻ പോർട്ടൽ രജിസ്ട്രേഷൻ സൗകര്യമുള്ളത്. വാദി കബീർ ഇന്ത്യൻ സ്കൂൾ, ഗുബ്ര ഇന്ത്യൻ സ്കൂൾ എന്നിവയുടെ അന്താരാഷ്ട്ര വിഭാഗത്തിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരും ഓൺലൈനിലൂടെ തന്നെ അപേക്ഷ സമർപ്പിക്കണം. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കുള്ള പ്രവേശനം ഇന്ത്യൻ സ്കൂൾ മസ്കറ്റ് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷന് ലഭ്യമാണ്. പ്രവേശനത്തിനായി രക്ഷിതാക്കൾക്ക് നേരിട്ട് CSE അഡ്മിനിസ്ട്രേഷനെ സമീപിക്കാം. www.cscoman.com എന്ന വെബ്സൈറ്റ് വഴിയും പ്രവേശനം നേടാവുന്നതാണ്. 7 ഇന്ത്യൻ സ്കൂളുകളിലെയും അഡ്മിഷൻ നടപടികൾ പൂർണ്ണമായും ഓൺലൈനിലൂടെയാണ് നടക്കുന്നത്. രേഖകൾ സമർപ്പിക്കുന്നതിനോ ഫീസ് അടയ്ക്കുന്നതിനോ രക്ഷിതാക്കൾ സ്കൂൾ സന്ദർശിക്കേണ്ടതില്ല. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.